അസ്സലാമു അലൈക്കും. തഫ്സീർ വായന ഭാഗം 60. മുശ്രിക്കുകളെ സംബന്ധിച്ച് ഖുർആൻ സ്വീകരിച്ചു പോകുന്ന നയങ്ങളെക്കുറിച്ച് നമ്മൾ തുടർന്ന് പറയുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നാമത്തെ പ്രവാചകനല്ല. അദ്ദേഹത്തിന് മുമ്പ് എത്രയോ പ്രവാചകന്മാർ ഉണ്ടായിട്ടുണ്ട്. അവരുടെയെല്ലാം പ്രബോധന തത്വം ഒന്നു തന്നെയായിരുന്നു. അവരെല്ലാവരും തന്നെ മനുഷ്യരും മനുഷ്യപ്രകൃതിയോടുകൂടിയവരുമായിരുന്നു. വഹി ലഭിക്കുന്നുവെന്നതുകൊണ്ട് അദ്ദേഹം മനുഷ്യനല്ലാതാകുന്നില്ല എന്നൊക്കെ ഗ്രഹിപ്പിക്കുക. ജനങ്ങൾ ആവശ്യപ്പെടുന്ന ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കലും അദൃശ്യകാര്യങ്ങൾ അറിയലും നബിമാർക്ക് സാധ്യമായ കാര്യങ്ങളല്ല. അള്ളാഹു ഉദ്ദേശിച്ച ദൃഷ്ടാന്തം മാത്രമേ അവരുടെ കൈക്ക് വെളിപ്പെടുകയുള്ളൂ. അവൻ അറിയിച്ചു കൊടുക്കുന്ന അദൃശ്യ കാര്യമല്ലാതെ അവർക്കറിയുവാൻ കഴിയുന്നതുമല്ല. പുതിയ വല്ല ദൃഷ്ടാന്തങ്ങൾ കണ്ടാൽ തന്നെയും അത് ഗ്രഹിക്കുവാനോ വിശ്വസിക്കുവാനോ അവർ തയ്യാറാവുകയില്ല. അതേസമയത്ത് സത്യാന്വേഷണം നടത്തുന്ന ഏതൊരുവനും സത്യം ഗ്രഹിക്കുവാൻ വേണ്ടത്ര ദൃഷ്ടാന്തങ്ങൾ അവരുടെ മുമ്പിലുണ്ട് താനും. ഏറ്റവും വലിയ ദൃഷ്ടാന്തം അവരുടെ മുമ്പിലിരിക്കുന്ന ഖുർആൻ തന്നെയാണ്. അതുപോലെയുള്ള ഒരു ഗ്രന്ഥമോ അതിലെ അധ്യായം പോലെയുള്ള ഒരു അധ്യായമോ അവർക്കാകട്ടെ മറ്റാർക്കെങ്കിലുമാകട്ടെ കൊണ്ടുവരുക സാധ്യമല്ല. അത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണെന്നുള്ളതിന് ഇതു തന്നെ മതിയായ തെളിവാണ് എന്നൊക്കെ ഉത്ബോധനം ചെയ്യുക. നിർജീവമായി കിടക്കുന്ന ഭൂമിയെ മഴ വർഷിപ്പിച്ച് ഉൽപാദനയോഗ്യമാക്കി തീർത്ത് സസ്യലതാദികൾ ഉൽപ്പാദിപ്പിക്കുന്നത് പോലെ, നിർജീവ വസ്തുക്കളിൽ നിന്നു ജീവികളെ ഉത്ഭവിക്കുന്നത് പോലെ മരണപ്പെട്ട മനുഷ്യൻ പുനരുജ്ജീവിക്കപ്പെടുമെന്നതും, ആദ്യം സൃഷ്ടിച്ച സ്രഷ്ടാവിന് ആ സൃഷ്ടിയെ രണ്ടാമതും ജീവിപ്പിക്കുവാൻ ഒട്ടും പ്രയാസമില്ലെന്നതും ഖുർആൻ്റെ ഒരു പുതിയ വാദമല്ല. മുൻ വേദങ്ങളെല്ലാം ഘോഷിച്ചതു തന്നെയാണ് ഇത് എന്നും തെര്യപ്പെടുത്തുക. സത്യവിശ്വാസവും സന്മാർഗവും സ്വീകരിച്ചാലുണ്ടാകുന്ന നേട്ടങ്ങളും അല്ലാത്തപക്ഷം അനുഭവിക്കേണ്ടി വരുന്ന ഭവിഷ്യത്തുകളും ശിക്ഷകളും വിവരിച്ചു കൊടുക്കുക. ഇങ്ങനെയുള്ള വിവിധ മാർഗങ്ങളിൽ കൂടിയാണ് ഖുർആൻ മുശ്രിക്കുകളെ സമീപിക്കുന്നതും അഭിമുഖീകരിക്കുന്നതും. എല്ലാം തന്നെ അവർക്ക് സുഗ്രാഹ്യമായ ഭാഷാശൈലിയോടുകൂടിയും സുവ്യക്തങ്ങളായ ലക്ഷ്യദൃഷ്ടാന്തങ്ങൾ സഹിതവും. പ്രതിപാദന രീതിയാകട്ടെ കെട്ടിക്കുടുക്കും വക്രതയുമില്ലാത്തതും.